നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പതുക്കെ പതുക്കെ. ഗോപേട്ടാ, ഇനി ഭാര്യ പിറന്നാളുകാരന്റെ അരികിലേക്ക് ഇരുന്നോളൂ. വേണ്ട വേണ്ട വേണ്ട, പ്രഭാവതി ഇവിടെ ഇരിക്കണ്ട. ഇവിടെ ഇരിക്കേണ്ടത് എന്റെ ഗായത്രി ദേവിയാ. ഗായത്രി ദേവിക്ക് വേണ്ടി ഇവിടെ സ്ഥലം ഒഴിച്ചിടണം. അതുകൊണ്ട് പ്രഭാവതി അങ്ങോട്ട് മാറി നിന്നേ. മാറ്, മാറ്. അളി എന്തായി പറയുന്നേ? ഗായത്രി ദേവി വരുമെന്നോ? ഗായത്രി ദേവി വരുമെന്ന് യാതൊരു വിശ്വാസവും എനിക്കില്ല. ഗായത്രി അമ്മ ഇന്ന് വരുമെന്നാണല്ലോ പാർവതി പറഞ്ഞത്. ഇത് തന്നെയല്ലേ ഗായത്രി ദേവിയുടെ ആണ്ടിനും പാർവതി പറഞ്ഞത്. എന്നിട്ട് ഗായത്രി ദേവി വന്നോ? നമ്മളാരെങ്കിലും ഗായത്രി ദേവിയെ കണ്ടോ? ഇത്തവണ അത് തന്നെ സംഭവിക്കും. ഗായത്രി ദേവി വരില്ല. അങ്കിളെ, ഒരു തർക്കമൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. അമ്മ ഇന്ന് വരുമെന്നും അച്ഛന്റെ അരികിൽ ഇരിക്കുമെന്നുള്ളത് അത് അച്ഛന്റെ വിശ്വാസം. അതെ, അതുപോലെ തന്നെ നടക്കട്ടെ. സ്വാമിജി, പൂജ തുടങ്ങിക്കോളൂ. പൂജ നടക്കട്ടെ. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ഉദയന്നൂരമ്മ, നീ തന്നെ സ്വാമിജിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. പ്രഭാവതി ഗോപിസാറിന്റെ അടുത്തിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. ഗായത്രി അമ്മ ഇരിക്കേണ്ട സ്ഥാനത്ത് പ്രഭാവതി അമ്മ ഇരിക്കാൻ പാടില്ല. അതാ എന്നെ വിഷമിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വാമിജിയും. ദേവമ്മ വരുമെന്ന് പറഞ്ഞിട്ട് ഈ നേരിട്ട് ദേവമ്മയെ കാണുന്നുമില്ല. നീ വിഷമിക്കാതിരിക്കേ, ഗായത്രി അമ്മ വരും.
മോളെ അമ്മേ പാറു, നിനക്ക് ഇപ്പൊ സമാധാനായില്ലേ? നീ ആഗ്രഹിച്ചതുപോലെ ദേവമ്മ വന്നില്ലേ? അപ്പോ എന്നെ കാണാതെ മോള് വിഷമിച്ചിരിക്കായിരുന്നോ? അമ്മയെ കാത്ത് ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ എത്തിയല്ലോ. നിനക്ക് സന്തോഷായില്ലേ? നിന്റെ വിഷമം മാറിയില്ലേ? സന്തോഷായി. അമ്മയെ കാണാത്തതിന്റെ വിഷമവും മാറി. പക്ഷേ ഇവിടെ എന്തോ അനിഷ്ടങ്ങൾ നടക്കാൻ പോവാ, ദുരന്തങ്ങൾ നടക്കാൻ പോവാ. ഉദയനൂരമ്മ അതെനിക്ക് കാണിച്ചു തന്നു. എന്താ ദേവി നിനക്ക് കാണിച്ചു തന്നത്? ഇവിടെ പൂജ നടത്താൻ പോകുന്ന സ്വാമിജിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്ന സൂചനയാ അമ്മ എനിക്ക് നൽകിയത്. അത് കണ്ട ശേഷം ഞാൻ ആകെ പ്രയാസത്തില അമ്മ. ആ ആപത്ത് എങ്ങനെ തടയും? അതിനൊരു വഴിയും ഞാൻ കാണുന്നില്ല. വിധിയെ ആർക്കും തടയാൻ കഴിയില്ല മോളെ. അമ്മ, ആപത്തുണ്ടാവുമെന്നും പൂജ നടത്താതെ മടങ്ങിപ്പോണോന്നും ഞാൻ ആ പൂജാരിയോട് പറഞ്ഞതാ. പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊള്ളുന്നില്ല. മോളെ, നീ ഇവിടെ ഇരുന്നാൽ ഒന്നിനെയും തടയാനാവില്ല. നീ വാ, നമുക്ക് താഴോട്ട് പോവാം. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. സങ്കടപ്പെടാതെ വാ. ഉദയന്നൂരമ്മ നിന്റെ കൂടെ ഇല്ലേ? പിന്നെന്താ, വാ മോളെ. വരൂ അമ്മേ. ദൈവമേ, ഇരിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.